ഹായ്, ഞാൻ ജിത്തു വിൽസൺ. നമ്മുടെ ഇംഗ്ലീഷ് സീരീസിലെ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ദ എന്നാണോ ദി എന്നാണോ THE എന്ന് എഴുതിയിരിക്കുമ്പോൾ വായിക്കേണ്ടതും പറയേണ്ടതും. ചില ആൾക്കാർ പറയും ദ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ദി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന്. പക്ഷെ അത് തെറ്റാണ്. ഇനി എന്തുകൊണ്ട് ദ എന്ന് പറയേണ്ട സ്ഥലത്ത് അല്ലെങ്കിൽ ദി എന്ന് പറയേണ്ട സ്ഥലത്ത് എപ്പോഴാണ് ദി എന്ന് പറയേണ്ടത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് പറയാൻ കാരണം, ഇപ്പോൾ നാറ്റീവ് സ്പീക്കേഴ്സ് അല്ലാത്ത ആൾക്കാരോട് ദ എന്ന് വേണമെങ്കിൽ പറയാം, ദി എന്ന് പറയാം സാധാരണ ആൾക്കാർ പറയുന്നതനുസരിച്ച്. പക്ഷേ അതിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ടെസ്റ്റുകൾ എഴുതുകയാണ്, പരീക്ഷകൾ. ആ സമയത്ത് ലാംഗ്വേജ് ടെസ്റ്റ് ഉണ്ട്, ആ സമയത്ത് ഓരോ ടെസ്റ്റൊക്കെ നടത്തും. ആ സമയത്ത് ദ പറയേണ്ട സ്ഥലത്ത് ദ എന്ന് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദി പറയേണ്ട സ്ഥലത്ത് ദ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പോയിന്റ് കുറയും. അതുകൊണ്ട് നമ്മൾ ഇത് തെറ്റ് പറഞ്ഞ് പഠിക്കാൻ പാടില്ല, ശരിയാക്കിയേ പറയാനുള്ളൂ. അതുകൊണ്ട് ചില ആൾക്കാർ ആർഗ് ചെയ്യും അങ്ങനെ പറഞ്ഞാൽ എന്ത് കുഴപ്പമൊന്നും. പക്ഷേ ഇതാണ് അവൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് എവിടെയാണ് ദ എന്ന് പറയേണ്ടത്, എവിടെയാണ് ദി എന്ന് പറയേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിൽ വവൽസിനെ കുറിച്ച് അറിയാലോ, AEIOU. അപ്പോൾ ഈ വവൽ നേരിട്ട് വരുന്ന സ്ഥലമല്ല, വവലിൻ്റെ സൗണ്ട് വരുന്ന സ്ഥലം എല്ലാം നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. വവൽസ് സൗണ്ടിൻ്റെ തൊട്ട് മുമ്പേ, അല്ലെങ്കിൽ ഒരു വാക്ക് വവലിലാണ് ആരംഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പേ നമുക്ക് ദി എന്ന് പറഞ്ഞ് ആരംഭിക്കാൻ പറ്റും. വവലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കോൺസണൻസ്, അതായത് AEIOU അല്ലാത്ത വാക്കുകൾ. അതിന് തൊട്ട് മുമ്പേ ദ എന്നാണ് പറയേണ്ടത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിലൊരു വ്യത്യാസമുണ്ട്. എല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത്, വവലിൻ്റെ തൊട്ട് മുമ്പേ ആണെന്നുണ്ടെങ്കിൽ ദി എന്ന് പറയണം, വവലല്ലാത്ത വാക്കുകളുടെ തൊട്ട് മുമ്പേ ആണെന്നുണ്ടെങ്കിൽ ദ എന്ന് പറയണം. പക്ഷേ എന്നാലും അതിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഈ പറഞ്ഞതിന് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. ഹൗസ്, അതായത് വീട്. ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ തൊട്ടുമ്പേ ദ ഹൗസ് എന്ന് പറയണം. ദ ഹൗസ് എന്ന് പറയാൻ കാരണം H എന്ന് പറയുന്ന വാക്ക് വവലല്ല, കോൺസണൻ്റ് ആണ്. അതുകൊണ്ട് അതിൻ്റെ തൊട്ട് മുമ്പേ നമ്മൾ ദ ഹൗസ് എന്ന് പറയണം. ഇനി ഭവനത്തിൻ്റെ വീടിൻ്റെ ഇംഗ്ലീഷാണ് ഹൗസ്, ഭവനത്തിൻ്റെ ഇംഗ്ലീഷാണ് ഹോം. ഇനി ഹോം ആണെന്നുണ്ടെങ്കിൽ ഹോമിന് തൊട്ടുമ്പേ ദ ഹോം എന്ന് പറയണം. കാരണം ഹോം എന്ന് പറയുന്ന വാക്ക് ആരംഭിക്കുന്നത് Hലാണ്, അതൊരു കോൺസണൻ്റ് ആണ്, വവൽ സൗണ്ട് അല്ല. അതുകൊണ്ട് ദ ഹൗസ് എന്ന് പറയണം. ഇനി മണിക്കൂറിൻ്റെ ഇംഗ്ലീഷ് അവർ എന്നാണ്. ഈ മണിക്കൂർ എന്ന് പറയുന്ന വാക്കിൻ്റെ അവർ എന്ന് പറയുന്ന വാക്ക് ആരംഭിക്കുന്നത് Hലാണ്, HOUR എന്ന് പറഞ്ഞ് ആരംഭിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മണിക്കൂറിൻ്റെ ഇംഗ്ലീഷ് ഈ HOUR ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ ദ എന്നല്ലേ പറയേണ്ടതെന്ന് നമ്മൾ തെറ്റായിട്ട് ചിന്തിക്കും. അവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൗസിനും ഹോമിനൊക്കെ പറഞ്ഞതുപോലെ ദ ഹൗസ് ദ ഹോം എന്ന് പറഞ്ഞതുപോലെ ഇവിടെ മണിക്കൂറിന് ദ അവർ എന്ന് പറയാൻ പറ്റൂല. കാരണം അതിൻ്റെ ഫ്രണ്ടിൽ H ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മണിക്കൂറിനെ ഹവർ എന്നല്ല പറയുന്നത്, അതിന് പറയുന്ന അവർ എന്നാണ്. H അവിടെ സൈലൻ്റ് ആണ്. ഈ അവർ ഞാൻ വവൽ എക്സാക്ട് വവൽ അല്ല, വവൽ സൗണ്ടിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതായത് മണിക്കൂറിൻ്റെ ഇംഗ്ലീഷ് എങ്ങനെയാണ്, അവർ എന്നാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യേണ്ടത്. അവർ എന്ന് പ്രൊണൗൺസ് ചെയ്യുമ്പം AEIOU, അതിലെ O എന്ന് പറയുന്നത് ഒരു വവലാണ്. ആ വവൽ അതുപോലെ വന്നില്ല എങ്കിലും വവലിൻ്റെ സൗണ്ട് അവിടെ വരുന്നുണ്ട്. അതാണ് വവൽ എന്ന് പറയുന്നതിന് പകരം വവൽ സൗണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്യണം, മണിക്കൂറിനാണെന്നുണ്ടെങ്കിൽ ദി നീട്ടി പറയണം. ദി H ആണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ സൗണ്ട് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ വവൽ സൗണ്ടാണ് വരുന്നത്, അതിൻ്റെ പ്രൊണൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യണം, ദി എന്ന് ചേർത്ത് പറയണം. ദി റൺവേക്ക് തൊട്ട് മുമ്പേ നമ്മൾ അവിടെ പറയേണ്ടത് ദ റൺവേ എന്നാണ്. കാരണം റൺവേ എന്ന് പറയുന്ന ആദ്യത്തെ സൗണ്ട് കോൺസണന്റ് സൗണ്ടാണ്, ആറിലാണ് ആരംഭിക്കുന്നത്. അതുപോലെ ദ റെയിൽവേ എന്ന് പറയാൻ കാരണം റെയിൽവേയുടെ R കോൺസണന്റ് സൗണ്ടാണ്. അതുകൊണ്ട് തൊട്ട് മുമ്പേ നമ്മൾ ദ റെയിൽവേ എന്ന് അതുകൊണ്ട് പറയണം. ദി റെയിൽവേ എന്ന് പറയാൻ പാടില്ല. ദി അൺഇൻവൈറ്റഡ്, ദി നീട്ടി പറയണം. ദി അൺഇൻവൈറ്റഡ്. ഇനി ദി അൺഇൻവൈറ്റഡിന് ആദ്യത്തെ അക്ഷരം നമുക്കറിയാം. അൺഇൻവൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്, AEIOU അങ്ങനെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇൻവൈറ്റഡ് എന്ന് പറയാൻ പറ്റും. പക്ഷേ യൂണിക്കോണിൻ്റെ ആദ്യത്തെ അക്ഷരം U ആണ്. അവിടെ നമ്മൾ ദ യൂണിക്കോൺ എന്നാണ് പറഞ്ഞത്, അല്ലാതെ ദി യൂണിക്കോൺ എന്നല്ല പറഞ്ഞത്. പക്ഷേ അൺഇൻവൈറ്റഡ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളവിടെ എന്ത് ചെയ്തു, ദ അൺഇൻവൈറ്റഡിൻ്റെ ആദ്യത്തെ അക്ഷരം U ആണ്. അത് ഒരു വവൽ അതിനകത്ത് വരുന്ന ഒരു വാക്കാണ്. പക്ഷെ നമ്മളവിടെ ദി അൺഇൻവൈറ്റഡ് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ അത് കറക്റ്റാണ്. പക്ഷെ അതേസമയം യൂണിക്കോണിൻ്റെ മുമ്പേ നമ്മൾ എന്ത് പറഞ്ഞില്ല, ദി യൂണിക്കോൺ എന്ന് പറഞ്ഞില്ല. അതിനുപരം പറഞ്ഞു, ദ യൂണിക്കോൺ എന്ന് പറഞ്ഞു. അങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ യൂണിക്കോണിൻ്റെ ഫ്രണ്ടിൽ വരുന്നത് വവലിൽ വരുന്നൊരു വാക്കാണ്, U ആണ് എങ്കിൽ പോലും പ്രൊണൗൺസിയേഷൻ വരുമ്പം നമ്മൾ
വൈ, ഇംഗ്ലീഷിലെ XWY ഉണ്ടല്ലോ, ആ വൈയിലാണ് എൻ്റെ പ്രൊണൗൺസിയേഷൻ, യൂണിക്കോൺ. അപ്പോൾ ഈ വൈ എന്ന് പറയുന്നത് വവലിനകത്ത് വരുന്ന ഒരു വാക്കല്ല. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ തൊട്ട് മുമ്പേ ദ യൂണിക്കോൺ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ അൺലിമിറ്റഡിന് അങ്ങനെയല്ല, അതൊരു വവൽ സൗണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ദി അൺഇൻവൈറ്റഡ് അല്ലെങ്കിൽ ദി അൺലിമിറ്റഡ് എന്നൊക്കെ പറയാൻ പറ്റും. ഇനി ഇത് മാത്രമല്ല, വേറൊരു വ്യത്യാസം കൂടെയുണ്ട്. നമ്മൾ നേരത്തെ ആൾക്കാർ പറയുന്നത് എന്താണ്? വവൽ സൗണ്ട് വരുന്നതിന് തൊട്ട് മുമ്പേ ദി എന്ന് ചേർക്കണം, അല്ലെങ്കിൽ വായിക്കണം, പറയണം. അതുപോലെ കോൺസണൻസ് എന്ന് പറയുന്ന ആ ഒരു സെറ്റ് വാക്കുകൾക്ക് തൊട്ട് മുമ്പിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ദ എന്ന് പറയണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം കൂടെയുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം എംഫസൈസ് ചെയ്ത് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ തൊട്ട് മുമ്പിൽ ദി എന്ന് ചേർക്കണം, ദി എന്ന് നീട്ടി പറയണം. ഇപ്പോൾ ഉദാഹരണം ക്യൂൻ എന്ന് പറയുന്ന വാക്കിൻ്റെ ആദ്യത്തെ അക്ഷരം വവലല്ല, കോൺസണൻ്റ് ആണ്. പക്ഷേ ദി ക്യൂൻ എന്നാണ് പറയേണ്ടത്. അതിൻ്റെ കാരണം നമ്മൾ എടുത്ത് പറയുകയാണ്, ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ് ക്യൂനിനെ കുറിച്ച്, എക്സാക്ട് ക്യൂവിനെ കുറിച്ച് പറയുകയാണ്. ഐ സോ ദി ക്യൂൻ, ഞാൻ രാജ്ഞിയെ നേരിട്ട് കാണുകയാണ്. അപ്പോൾ രാജ്ഞിയെ നമ്മൾ എടുത്ത് പറയുകയാണ്, നേരിട്ട് കാണുകയാണ്. നമ്മൾ നേരത്തെ പരിചയമുള്ള എംഫസൈസ് ചെയ്ത് പറയുകയാണ്. ആ ആളിനെ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പറയുകയാണ്, ക്യൂവിനൊരു ബഹുമാനം കൊടുത്ത് പ്രാധാന്യം കൊടുത്ത് പറയുകയാണ്. അപ്പോൾ പ്രാധാന്യം കൊടുത്ത് പറയുന്നത് കൊണ്ട് അതിൻ്റെ തൊട്ടുമ്പ് എന്ത് ചെയ്യണം? ദി ക്യൂൻ എന്ന് പറയണം. ക്യൂ കോൺസണന്റിലാണ് ആരംഭിക്കണമെന്നുണ്ടെങ്കിലും അത് വവൽ അല്ലെങ്കിൽ പോലും ഇങ്ങനത്തുള്ള സാഹചര്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദി ക്യൂൻ എന്ന് പറയണം. അടുത്ത് ദി പ്രസിഡന്റ്, പി എന്ന് പറയുന്നത് കോൺസണന്റ് ആണ്, വവലല്ല. പക്ഷെ പ്രസിഡന്റ് എന്ന് പറയുന്നത് നമ്മൾ എംഫസൈസ് ചെയ്ത് പറയുകയാണ്, എടുത്ത് പറയുകയാണ്, ഹൈലൈറ്റ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ആ ഒരു സ്ഥാനം വഹിക്കുന്ന ആളാണ്. പ്രസിഡന്റ് നേരിട്ട് കണ്ടു, ഐ സോ ദി പ്രസിഡന്റ്. പ്രസിഡന്റ് നമുക്ക് അറിയാനുള്ള ആളാണ്, അപ്പോൾ എക്സ്പീരിയൻസ്. അതുകൊണ്ട് നമ്മൾ എന്ത് പറയണം? ദി പ്രസിഡന്റ് എന്നാണ് പറയേണ്ടത്, ഐ സോ ദി പ്രസിഡന്റ്. ഇനി സ്പൈഡറിനെ നമ്മൾ എംഫസൈസ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദി സ്പൈഡർ എന്ന് പറയണം. എസ് എന്ന് പറയുന്നത് കോൺസണന്റ് ആണെങ്കിൽ പോലും ഇങ്ങനത്തെ സാഹചര്യം എംഫസൈസ് ചെയ്ത് പറയുമ്പോൾ അതിൻ്റെ തൊട്ട് മുമ്പ് എന്ത് ചെയ്യണം? ദി എന്ന് ചേർക്കണം. അപ്പോൾ ഇതുപോലെയാണ്, ഇതാണ് ദായുടെയും ദിയുടെയും വ്യത്യാസം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ ചില ടെസ്റ്റുകൾ പുറത്ത് പോകാനോ പഠിക്കാനാണെന്നുണ്ടെങ്കിലും ജോലിക്ക് പോകണമെന്നുണ്ടെങ്കിലും ആ ടെസ്റ്റിൽ ഓറൽ എന്ന് പറയുന്ന ഒരു സെഷൻ ഉണ്ട്, അത് വന്നിട്ട് നമ്മൾ ഔട്ടായി പോകും. അതുകൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് ചില ആൾക്കാർ തർക്കം ചെയ്യാൻ പറയുമ്പോൾ ഇത് എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല, അർത്ഥം മനസ്സിലായ പോലെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതൊരു മറുപടിയും കൂടെയാണ്. അപ്പോൾ താങ്ക് യു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.